പ്രഭാത പ്രാർത്ഥന. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമത്രേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ദിവ്യകാരുണ്യനാഥ, ഓ ഞങ്ങളുടെ സ്നേഹമേ, സ്നേഹിക്കപ്പെടാതെ പോയ ഞങ്ങളുടെ സ്നേഹമേ, പ്രലോഭനങ്ങളെ അതിജീവിച്ചും പുണ്യങ്ങളെ വർദ്ധിപ്പിച്ചും വിശ്വാസത്തെ ഉറപ്പിച്ചും അങ്ങയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കണമേ. ജീവിതത്തിൽ കൂടുതൽ ക്ഷമിക്കാനും സ്നേഹിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയെ അഭയം പ്രാപിക്കാറുള്ളത്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ അന്യായമായി കുറ്റാരോപണങ്ങൾ സൃഷ്ടിച്ചെടുക്കുമ്പോഴും പുറമേയുള്ളവരുടെ സാന്നിധ്യമോ സാഹചര്യമോ പരിഗണിക്കാതെ ഞങ്ങളെ മുറിപ്പെടുത്തി പ്രതികരിക്കുമ്പോഴും ക്ഷമിച്ചു എന്ന് പുറമേ ഭാവിക്കുമെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്ന അവയുടെ മുറിവടയാളങ്ങളിൽ നിന്നും നിരന്തരം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രക്തവും വെള്ളവും കിനിയുന്നുണ്ടാകും. ഞങ്ങളുടെ നല്ല ഈശോയെ, ദിവ്യകാരുണ്യമേ, മറ്റുള്ളവരുടെ വാക്കുകളാലും പ്രവൃത്തികളാലും മുറിയപ്പെട്ട ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ അവരും അനുഗ്രഹിക്കപ്പെടുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യമായ സൗഖ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ ജീവിത മാതൃകയെ അനുകരിച്ചുകൊണ്ട് ഉപാധികളും ഉപേക്ഷകളുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അനുദിനം ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.